കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കേരള പോലീസ് ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2018 പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാതരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, ഫിനോളജി, വിക്ടിമോളജി, സൈബർ ഫോറൻസിക്, സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ, പ്രായമായവർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്നു. അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസികളോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരെങ്കിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൌത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം വിജിൻ MLA, ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് താഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIGയുടെ അധിക ചുമതലയുള്ള G ജയദേവ്, KAP 2 ബറ്റാലിയൻ കമാൻഡന്റ് R രാജേഷ്, KAP 4 ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 2023 നവംബറിൽ പരിശീലനം ആരംഭിച്ച KAP 4-ാം ബറ്റാലിയനിലെ 162, KAP 2-ാം ബറ്റാലിയനിലെ 152 സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ 314 പോലീസുകാരാണ് KAP 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത്. KAP 4-ാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ 32ാമത് ബാച്ചും KAP 2-ാം ബറ്റാലിയനിൽ നിന്നും ട്രെയിനിംഗ് കഴിഞ്ഞ പോലീസുകാരുടെ 31ാമത് ബാച്ചുമാണിത്. ഇവരിൽ ഒരു PhD-കാരനും 20 ബിരുദാനന്തര ബിരുദധാരികളും 2 MTech-കാരും 5 MBA-കാരും 31 BTech-കാരും 154 ബിരുദധാരികളും ഒരു B.Ed ബിരുദം 75 +2-കാരും 25 ഡിപ്ലോമ അഥവാ ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ്. പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് KAP 4-ാം ബറ്റാലിയനിലെ അഖിൽ കുമാർ M, സെക്കൻഡ് ഇൻ കമാൻഡന്റ് KAP 4-ാം ബറ്റാലിയനിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരുമായിരുന്നു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവർക്ക് മൊമെന്റോ നൽകി. സമ്മാനം നേടിയവരെ KAP 4-ാം ബറ്റാലിയനിൽ ബെസ്റ്റ് ഷൂട്ടറായി അശ്വിൻ TTKയും, ബെസ്റ്റ് ഇൻഡോർ ക്രിസ്റ്റി തോമസ് Kയും, ഓൾറൗണ്ടർ അഖിൽ കുമാർ M, ബെസ്റ്റ് ഔട്ട്ഡോർ അഹമ്മദ് ഷബാദ് K, KAP 2-ാം ബറ്റാലിയൻ ബെസ്റ്റ് ഷൂട്ടർ സുമൻ S, ബെസ്റ്റ് ഇൻഡോർ മുഹമ്മദ് ഷാനു B, ബെസ്റ്റ് ഔട്ട്ഡോർ ആദർശ് PR, ഓൾറൗണ്ടർ വിഷ്ണു മണികണ്ഠൻ എന്നിവരുമാണ്. ചടങ്ങിൽ 1996 ട്രെയിനിംഗ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുമുണ്ട്.